എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് ഈ വിശ്വത്തിൻ്റെ നാഥനായ വിശ്വനാഥൻ അനുഗ്രഹം ചൊരിയാൻ പോകുന്ന ആ നക്ഷത്രക്കാരൊക്കെയാണെന്നാണ്. നമുക്കറിയാം 27 നക്ഷത്രങ്ങൾ അടങ്ങുന്ന 12 രാശിപഥത്തിൽ 9 നക്ഷത്രമാണ് ശിവഗോത്രത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുമ്പോൾ അവിടുത്തെ തിരുമേനി അർച്ചന ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നത് ശിവഗോത്രോത്ഭവസ്യ വിശാലാക്ഷി നാമധേയസ്യ ഭരണി നക്ഷത്രസ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും നാളും ചേർത്ത് അർച്ചനാനാമം ജപിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർ ശിവഗോത്രത്തിൽ ഉത്ഭവിച്ചവരായതുകൊണ്ടാണ്. അവർ യഥാക്രമം കാർത്തിക, തിരുവാതിര, ഉത്രം, ഉത്രാടം, മൂലം, പൂരം, ആയില്യം, മകം, ഭരണി എന്നിവരാണ്. ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഇവരുടെ നക്ഷത്രത്തിൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ഭഗവാനിൽ നിന്നും ഇടതടവില്ലാതെ അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും. ഇതിനർത്ഥം മറ്റ് 27 നക്ഷത്രക്കാരിൽ ബാക്കി വരുന്ന 18 നക്ഷത്രക്കാർക്കും അനുഗ്രഹം കിട്ടില്ല എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും കിട്ടും. എന്നാൽ ഈ ശിവഗോത്രത്തിൽപ്പെട്ട 9 നക്ഷത്രക്കാർ എത്ര വലിയ ദശാസന്ധികളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിലും ഒരു ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ മനസ്സിരുത്തി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതോടുകൂടി നിങ്ങൾ അനുഭവിക്കുന്ന ഗ്രഹദോഷങ്ങളെല്ലാം സ്വിച്ചിട്ടതുപോലെ നിന്ന് കിട്ടും. ഒരുപക്ഷെ ഈ ഗ്രഹദോഷങ്ങൾ അത് നിശേഷം മാറിപ്പോയില്ലെങ്കിൽ തന്നെയും നിങ്ങളെ ശനിക്കോ രാഹുവിനോ കേതുവിനോ ദ്രോഹം ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു അവസ്ഥാവിശേഷം നിങ്ങളിൽ വന്നു ചേരുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതൊരു കവചം പോലെ നിങ്ങളുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും നിങ്ങളെ കാത്തു സംരക്ഷിക്കും. എന്നാൽ ഈ ജ്യോതിഷശാസ്ത്രം വിശദമായി പരിശോധിച്ചാൽ ഇതിനോടൊപ്പം 2 നക്ഷത്രക്കാരെ കൂടി ഈ ഗണത്തിലേക്ക് ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. അവർ ചിത്തിരയും അനിഴവുമാണ്. ഈ 2 നക്ഷത്രക്കാർക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദശാസന്ധി വെച്ച് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ അവസ്ഥയിൽ ഇവരെയും ആദ്യം പറഞ്ഞ 9 നക്ഷത്രക്കാരുടെ ഗണത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവായി ചെയ്തു പോരാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ മാത്രമല്ല എത്ര മാസങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ കണ്ടാലും ഇതിൽ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ടൈം ടേബിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ, അതായത് അങ്ങനെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നയിക്കാനായാൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഒരു നിഴലായി അല്ലെങ്കിൽ ഒരു കാവലായി, നിങ്ങൾക്കൊരു കാവലായി ഭഗവാൻ നിങ്ങളോടൊപ്പം സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങൾ ശിവഭഗവാനെ ശരണം പ്രാപിച്ചേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ 9 നാളുകാരും ശിവഗോത്രത്തിൽ ഉത്ഭവിച്ചവരാണ്. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇവിടെ എടുക്കാൻ കാരണം ഈ വരുന്ന 20-ാം തീയതി മുതൽ അങ്ങോട്ട് ഈ ശിവഗോത്രത്തിൽപ്പെട്ട 9 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ചില ആകസ്മിക കാര്യങ്ങൾ വന്നു ഭവിക്കാൻ തുടങ്ങും. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾ മനസ്സിലാക്കി അതിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത് നിങ്ങൾക്ക് പരമാവധി വ്യാപ്തിയോടുകൂടി അതിൻ്റെ ആ ഒരു സമ്പൂർണ്ണ ഫലം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ഈ 9 നക്ഷത്രക്കാരും ഈ ഒരു ഗണത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫലപ്രവചനവും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓരോ നക്ഷത്രവും എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നാളിതുവരെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സ്വയം മറന്ന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ലാഭമുണ്ടായതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. ഇത് സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രമല്ല, ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് വരെ നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറി ഒന്ന് സന്തോഷിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ബാധ്യതയായി മാറുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ ഏടാകൂടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക ശേഷി, അതായത് ധനാഗമനത്തിനുള്ള ഭാഗ്യം ഒന്ന് പൊതുവെ നോക്കിയാൽ നിങ്ങളുടെ കൈ ഒരു ഓട്ടക്കൈയാണ് എന്ന് തന്നെ പറയുന്നതാണ് കൂടുതൽ ശരി. കാരണം നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നാലും അത് നിങ്ങളുടെ കയ്യിൽ അധിക നാൾ നിൽക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് അസുഖം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം, ഇനിയിപ്പോൾ ഈ പറഞ്ഞ രണ്ടും അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ പ്രാരാബ്ധങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ ആ സ്വരൂപിച്ച പണം ഒരോട്ട വന്ന കയ്യിൽ എന്ന പോലെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. എങ്കിൽ പോലും വീണ്ടും പണം വരാതിരിക്കില്ല. ഏത് ദുർഘട പ്രതിസന്ധിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പോയിക്കൊണ്ടുമിരിക്കും. ഇതിനൊരു മോചനമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. ഒരു സേവിങ്സ് തുടങ്ങി അതിൽ നിങ്ങൾ എപ്പോഴാണോ നിക്ഷേപിക്കാൻ തുടങ്ങുന്നത് അതോടുകൂടി ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൈവശം പണം ഇരിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. എന്നാൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുന്നത് മൂലം അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പണമാണെങ്കിൽ തന്നെയും അത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ധനനഷ്ടം ഉണ്ടാകുന്നതുമല്ല. അഥവാ അതിൽ നിന്നും എടുത്ത് ചിലവാക്കേണ്ടി വന്നാൽ പോലും അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകാനും സാധ്യതയില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ 9 നക്ഷത്രക്കാരും 9 അല്ല 9, 2, 11 നക്ഷത്രക്കാരും ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും ധനനഷ്ടം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി കഴിക്കാൻ പോകുമ്പോൾ ഇനി മുതൽ ഈ ഒരു അതിപ്രധാനപ്പെട്ട കാര്യം അവിടെ നിങ്ങൾ ചെയ്യാൻ വിട്ടുപോകരുത്. ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്താൽ തിരിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഭഗവാന്റെ ആ ഒരു ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതായത് പൊതുവെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ജലധാരയ്ക്കോ ക്ഷീരധാരയ്ക്കോ ചീട്ടെടുക്കുന്ന ഭക്തർ ആ ചീട്ട് ശ്രീകോവിലിൻ്റെ തിരുനടയിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം അവർ സെക്കൻഡുകൾക്കുള്ളിൽ തൊഴുത് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ ജോലി തിരക്കുകളും ഉണ്ടാകാം, അത് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ രീതി നിങ്ങളൊന്ന് മാറ്റുക. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഭഗവാനെ ക്ഷേത്രത്തിലെ ശാന്തി ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ, അതായത് ധാര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രീകോവിലിന് പുറത്ത് തൊഴുകൈയുമായി നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇടതടവില്ലാതെ ആവർത്തിച്ച് ജപിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഇത്ര ഒരു ജപിക്കണമെന്ന് നോക്കേണ്ടതില്ല, ആവോളം ജപിക്കുക. ഇപ്രകാരം ശ്രീകോവിലിനുള്ളിൽ ജലധാര നടക്കുമ്പോൾ അതിന് പുറത്ത് നിങ്ങളുടെ സാമീപ്യം ഉണ്ടായാൽ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഭഗവാന്റെ ശിരസിലേക്ക് വീഴുന്ന ഓരോ തുള്ളി ജലവും തിരുമേനി അർച്ചിക്കുന്നതായിട്ടല്ല, പകരം നിങ്ങൾ അർപ്പിക്കുന്നതായിട്ടാണ് അവിടെ ഫലത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ ശിവൻ്റെ ശിരസ് ഇടതടവില്ലാതെ ജലധാര കൊണ്ട് തണുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വന്നു കിട്ടാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ ജലധാര അർച്ചന എന്ന് പറയുന്നത്. ഇങ്ങനെ ജലധാര കഴിപ്പിച്ചാൽ മാത്രമേ ഏതൊരു ഭക്തനും അതുകൊണ്ട് പ്രയോജനം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതൊന്നും ഒട്ടുമിക്ക ശാന്തിമാരാരും അങ്ങനെ പുറത്ത് പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആ ഒരു പരിപൂർണ ഫലം അത് ഭക്തനും ലഭിക്കില്ല, ചെയ്യുന്ന ആ തിരുമേനിക്കും ലഭിക്കാതെ പോകുന്നു. എന്നാൽ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതുമാത്രമല്ല, ഇങ്ങനെ താന്ത്രികമായതും ആഗമശാസ്ത്രങ്ങളിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വളരെ വ്യക്തമായി എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്, നിങ്ങൾക്ക് മറ്റാളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുമായി ഇടപെടുന്ന മറ്റുള്ളവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാൽ അതിൻ്റെ ശരിയായ വശം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ കാണുന്നത് ഒരു ശത്രുവായിട്ടാണ്. എങ്കിൽ പോലും നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരനുഭവം പറയാം. ഈ പറയാൻ പോകുന്ന കാര്യം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവർ ദയവായി അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി പോവുക. അതെന്തുകൊണ്ടെന്നാൽ അത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് കൂടി അതിൻ്റെ ആ ഒരു അനുഭൂതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര സങ്കടങ്ങളോ കഷ്ടപ്പാടുകളോ സഹിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിലും ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പിന്തുടരുന്നതായിട്ടോ അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുന്നതായിട്ടോ ഉള്ള ആ ഒരു ഫീൽ യാദൃശികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ കാരണം എന്തെന്നാൽ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ശിവഗോത്രത്തിൽ ഉത്ഭവിച്ച ആ 9 നക്ഷത്രക്കാരായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും അവിടെയും ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴാണ് പരിപൂർണമായി ഭഗവാനെ ധ്യാനിക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതം
ഉറപ്പായി മാറി തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അതിനൊരു പെർഫെക്ഷൻ വേണമെന്ന് വളരെയധികം നിർബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ. അതായത് ആ ചെയ്യുന്ന കാര്യം അതിൻ്റെ ആ ഒരു പരിപൂർണതയിൽ നിങ്ങൾക്ക് നടന്നു കിട്ടണം. ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ കടയിൽ നിന്നും മേടിക്കാൻ പോവുകയാണെങ്കിലോ, ഇനിയിപ്പോൾ അതല്ല വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങളോ പാത്രങ്ങളോ മറ്റോ മേടിക്കാൻ പോവുകയാണെങ്കിലും ശരി, ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ കാലാവധി തീരാറായതോ അല്ലെങ്കിൽ ഈ ചീഞ്ഞതോ സ്വാദ് കെട്ടതോ ആയിട്ടുള്ള ഈ വസ്തുക്കൾ ആരെങ്കിലും ചുളുവിലയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാലും നിങ്ങളത് സ്വീകരിക്കില്ല. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഈ 9 നക്ഷത്രക്കാർക്കും നിരവധി പോരായ്മകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ജന്മനാ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളും നിങ്ങൾക്കുണ്ട്. അതായത് ഈ കർണന് കവചകുണ്ടലങ്ങൾ സൂര്യഭഗവാൻ ജന്മനാ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ നാഥനായ വിശ്വനാഥൻ ശിവൻ സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇതുപോലെ ഓരോ വർഷത്തിൻ്റെ മധ്യഭാഗത്തും, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ചില സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങും. ഇത് പലർക്കും പല രീതിയിലായിരിക്കും. അതായത് നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയോ അങ്ങനെയായിരിക്കും. ചിലർക്ക് എത്രയധികം കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന വിവാഹമായിരിക്കും നടന്നു കിട്ടുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് എത്രയധികം ശ്രമിച്ചിട്ടും നിങ്ങളെ വിളിക്കാതിരുന്ന ജോലിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞുകൊണ്ട് മേലധികാരികളുടെ ക്ഷണക്കത്ത് നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായി സർവ്വ മാർഗങ്ങളും തകർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയോടുകൂടി സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ ഒരു സഹായഹസ്തം നിങ്ങളെ തേടിയെത്തിയിരിക്കും. അതായത് ആരെങ്കിലും നിങ്ങളെ തേടി വന്നിരിക്കും. പ്രത്യേകം ഓർക്കുക, ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഈ 9 നക്ഷത്രക്കാർക്കും ഒരുപോലെ സംഭവിക്കുമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെ കൃത്യമായി പറയാൻ കാരണം, നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ വന്ന് ഭവിക്കുമെന്ന് മാത്രമേ ഇവിടെ ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡബിൾ ഇരട്ടി പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും. അതിനൊരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി. അത് എഴുതിയെടുത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.